20 വയസ്സ് പ്രായമുള്ള തൃശ്ശൂരിൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു സാധാരണ പെൺകുട്ടി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തൻ്റെ വെയിറ്റ് കൂടുന്നതായി ശ്രദ്ധിക്കുന്നു. ഇത് കൂടാതെ തൻ്റെ പീരിയഡ്സ് ഇറഗുലർ ആവുന്നതും അവൾ നോട്ടീസ് ചെയ്യുന്നു. ഒരു ദിവസം കണ്ണാടിയിൽ നോക്കിയപ്പോൾ കഴുത്തിന് ചുറ്റും കറുപ്പ് നിറത്തിലുള്ള പാടുകൾ അവൾ കണ്ടു. പല കാശ് കൂടിയ സോപ്പുകളും ക്രീമുകളും ഉപയോഗിച്ചിട്ടും കഴുത്തിലെ ആ കറുപ്പ് നിറം മാറിയില്ല. അമിതമായ ക്ഷീണവും മുഖത്തും ശരീരത്തിനും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഹെയർ ഗ്രോത്ത് കാരണം ആ കുട്ടി സ്ട്രെസ്ഡ് ഔട്ട് ആകുന്നു. ഈയിടെയായി നിങ്ങളുടെ ശരീരത്തിലും വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? ഈയിടെയായി നിങ്ങളുടെ കഴുത്തിന് ചുറ്റും കറുപ്പ് നിറത്തിലുള്ള പാടുകളുണ്ടോ? നിങ്ങളുടെ പീരിയഡ്സ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇറഗുലർ ആണോ? നിങ്ങളുടെ മുഖത്തും ശരീരത്തിലും അധികമായി ഹെയർ ഗ്രോത്ത് കാണുന്നുണ്ടോ? ഇടയ്ക്കിടെ അമിതമായ ക്ഷീണം അനുഭവപ്പെടുന്നതായി തോന്നുന്നുണ്ടോ? ഇഫ് യെസ്, യു മേ ഹാവ് PCOD. നമസ്കാരം, ഞാൻ ഡോക്ടർ മാസ്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം PCOD. ഇന്ന് സ്ത്രീകളിൽ കാണുന്ന PCOD അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഒരു പ്രിവെൻറ്റബിളായ രോഗാവസ്ഥയാണ്. ഈ വീഡിയോ കാണുന്ന സ്ത്രീകളിൽ 10ൽ ഒരാൾക്ക് PCOD ഉണ്ട്. ഇന്ന് കാണുന്ന ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത നേരിടുന്ന സ്ത്രീകളിൽ 1/3 കാരണം PCOD ആണ്. ഇഫ് വി ഡോണ്ട് ടേക്ക് ഇനഫ് പ്രിക്കോഷൻസ് നൗ, ഈ പറഞ്ഞ നമ്പേഴ്സ് ഫ്യൂച്ചറിൽ കൂടുകയുള്ളൂ. ഇപ്പോൾ തന്നെ പല പഠനങ്ങളും കാണിക്കുന്നത് PCOD കേസസ് മുൻകാല വർഷങ്ങളെ അപേക്ഷിച്ച് പല മടങ്ങുകളായി കൂടുന്നതാണ്. വൈ? എന്തുകൊണ്ടാണ് PCOD ഉണ്ടാവുന്നത്? PCODക്ക് മെയിനായി 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അതായത് അൺഹെൽത്തി ഡയറ്റ്, സെഡൻറ്ററി ഹാബിറ്റ്സ്, ഇറഗുലർ സ്ലീപ്പ് വേക്ക് സൈക്കിൾസ് മുതലായവ. 2, സ്ട്രെസ് എന്ന് വെച്ചാൽ സഡൻ ചേഞ്ച് ഇൻ ലിവിങ് അറ്റ്മോസ്ഫിയർ. ഫോർ എക്സാമ്പിൾ, പെട്ടെന്നുള്ള ഫുഡ് ഹാബിറ്റ് ചേഞ്ച്, ക്ലൈമറ്റ് ചേഞ്ച് എന്നിവ. കൂടുതലും വിദേശത്തേക്ക് പെട്ടെന്നുള്ള പർസണൽ സംഭവിക്കുന്ന പെൺകുട്ടികളാണ് ഈ തരത്തിൽ PCOD ബാധിക്കപ്പെടുന്നത്. ഫീമെയിൽ ബോഡിയിലെ പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ, LH, FSH പോലുള്ള വിവിധ തരം ഹോർമോൺസിൻ്റെ ബാലൻസ്ഡ് ആയിട്ടുള്ള വർക്കിങ്ങിൻ്റെ റിസൾട്ടാണ് നിങ്ങളിൽ മന്ത്ലി കാണുന്ന പീരിയഡ്സ് അഥവാ മെൻസ്ട്രുവൽ സൈക്കിൾ. എന്നാൽ ഈ ഹോർമോൺസിന് മേലുള്ള ബോഡിയുടെ കൺട്രോൾ നഷ്ടപ്പെടുകയും ശരിയായ അളവിൽ ഇവ ഓരോന്നും പ്രൊഡ്യൂസ് ചെയ്യാതെ വരുമ്പോഴാണ് നിങ്ങളുടെ പീരിയഡ്സ് ഇറഗുലർ ആവുന്നത്. ഇത് കാണുന്ന പലരും വിചാരിക്കുന്നുണ്ടാവും വണ്ണമുള്ള സ്ത്രീകളിൽ മാത്രമാണ് PCOD ഉണ്ടാവുക എന്ന്. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാതെ വരുമ്പോൾ അത് ഓവർ വെയ്റ്റ് ആയാലും അണ്ടർ വെയ്റ്റ് ആയാലും ഈ പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാവും. ഇവിടെ ബോഡിയിൽ ഓവുലേഷൻ അഥവാ അണ്ടവിസർജനം നടക്കില്ല. അപ്പോൾ ഈ ഓവുലേഷൻ നടക്കാത്ത എഗ്സ് എല്ലാം ചെറിയ ചെറിയ സിസ്റ്റായി ഓവറീസിൽ തന്നെ തങ്ങി നിൽക്കും. ഇത് കാരണം ബോഡിയിൽ ഒരുപാട് ഫീമെയിൽ ഹോർമോൺ, സ്പെസിഫിക്കലി പറഞ്ഞാൽ ഈസ്ട്രജൻ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ആ ഈസ്ട്രജൻ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ അതിൽ കുറച്ച് പുരുഷ ഹോർമോണായ ആൻഡ്രോജനായി കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഫീമെയിൽ ബോഡിയിൽ ചെറിയ അളവിൽ പുരുഷ ഹോർമോൺ കാണുന്നത് നോർമലാണ്. പക്ഷേ ഇവിടെ ഫീമെയിൽ ഹോർമോൺ മെയിൽ ഹോർമോണായി കൺവേർട്ട് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഒരു എക്സസ് അളവിൽ പുരുഷ ഹോർമോൺ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനെയാണ് ഹൈപ്പർ ആൻഡ്രോജനിസം എന്ന് പറയാം. ഈ കണ്ടീഷൻ കാരണം PCOD ഉള്ള സ്ത്രീകളിൽ പുരുഷന്മാരെ പോലെ കുറച്ചൊക്കെ ഹെയർ ഗ്രോത്ത് മുഖത്തും ശരീരത്തും ഒക്കെ കണ്ടേക്കാം. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും PCODയുടെ പ്രധാന കാരണക്കാർ ഈ ഫീമെയിൽ ഹോർമോണായ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും മെയിൽ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണും ഒക്കെയാണെന്ന്. എന്നാൽ ഇതിൽ മറ്റൊരു വില്ലൻ കൂടിയുണ്ട്, ഇൻസുലിൻ. യെസ്, ഇൻസുലിനാണ് നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസിനെ യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ. PCODയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ കണ്ടീഷനുണ്ട്. സിമ്പിളായി പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇൻസുലിൻ കുറച്ച് വീക്കാണ്. അതായത് മര്യാദയ്ക്ക് പണിയെടുക്കാൻ കഴിയുന്ന ഇൻസുലിൻ വളരെ കുറവാണ്. നമ്മുടെ ബോഡിയിൽ നോർമൽ ഇൻസുലിൻ്റെ പകരം ഈ വീക്കായിട്ടുള്ള ഇൻസുലിൻ കൂടുതൽ അളവിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോഴാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാകുന്നത്. അതായത് ഒത്തിരി ഇൻസുലിൻ ഹോർമോൺ ഉണ്ട്, പക്ഷേ ഇതിൽ എഫിഷ്യൻ്റായി പണിയെടുക്കാൻ കഴിയുന്നവർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ എക്സസ് ഗ്ലൂക്കോസ് യൂസ് ചെയ്യാതെ തങ്ങി നിൽക്കുന്നു. ഈ വിധത്തിൽ തങ്ങി നിൽക്കുന്ന ഗ്ലൂക്കോസ് ബോഡി ഫാറ്റായി കൺവേർട്ട് ചെയ്യപ്പെടുന്നു, വിച്ച് വിൽ മേക്ക് യു ഓവർ വെയ്റ്റ് ആൻഡ് ഒബീസ്. നിങ്ങളുടെ കഴുത്തിലും കക്ഷത്തിലും ഉള്ള കറുപ്പ് നിറത്തിനുള്ള കാരണം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് തന്നെയാണ്. PCOD എന്താണെന്നും അതുമൂലം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി വീഡിയോയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗത്തിലേക്ക് പോകാം. PCOD എങ്ങനെ തടയാം അഥവാ ചികിത്സിക്കാം? PCOD ചികിത്സിച്ച് ഭേദമാക്കുക എന്നതിലുപരി അതിനെ വരുതിക്ക് നിർത്തി ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ തടയിടുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിനായി നിങ്ങൾ കാണേണ്ട ഡോക്ടർ OBG ഫിസിഷ്യൻ, അതായത് ഒരു
ഗൈനക്കോളജിസ്റ്റ്. ഡോക്ടർ നിങ്ങൾക്ക് മെൻസസ് റെഗുലർ ആക്കുന്നതിനും മുഖത്തെ രോമ വളർച്ച തടയുന്നതിനും ഒരു പക്ഷേ ഡയബറ്റിക് മെഡിസിനായ മെറ്റ്ഫോർമിൻ തന്നിക്കാം. ശരീരത്തിൽ ശരിയായ രീതിയിൽ ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് കൊണ്ട് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന കണ്ടീഷനാണ് ഡയബറ്റിസ് അഥവാ പ്രമേഹം. നമ്മൾ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഈ അവസ്ഥ PCODയിലും കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രിവെൻറ്റീവ് മെഷർ എന്ന പോലെ ആവശ്യമുണ്ടെങ്കിൽ ചിലർക്ക് ഡോക്ടർ ആൻറ്റി ഡയബറ്റിക് മെഡിസിനായ മെറ്റ്ഫോർമിൻ പോലുള്ള മെഡിസിൻ തന്നേക്കാം. ഇനി PCOD എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? പ്രിവെൻഷനിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ മാത്രമാണ് ഇനി മെയിൻ ലീഡ്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബാലൻസ്ഡ് ഡയറ്റും ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഫോളോ ചെയ്യുക എന്നതാണ്. പ്രധാനമായി ചെയ്യേണ്ടത് 5 കാര്യങ്ങൾ. 1. നിങ്ങളുടെ ഡയറ്റ് ശ്രദ്ധിക്കുക. ചില സ്ത്രീകളിൽ എസ്പെഷ്യലി ഓവർവെയ്റ്റ് ആയവർക്ക് ഇൻ്റർമിറ്റിംഗ് ഫാസ്റ്റിംഗ് ട്രൈ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. 2. കംപ്ലീറ്റ്ലി നോ ടു ഷുഗർ. ഇൻസ്റ്റെഡ് ആഡ് ലീഫി വെജിറ്റബിൾസ്, നട്ട്സ്, മോർ പ്രോട്ടീൻസ്, അറ്റ്ലീസ്റ്റ് 3 to 4 liters ഓഫ് വാട്ടർ ഇൻ ടു യുവർ ഡയറ്റ്. 3. നിങ്ങൾ കഴിക്കുന്ന ഫുഡിൻ്റെ കോമ്പോസിഷനും റൈറ്റ് കാലറീസും ട്രാക്ക് ചെയ്യുക. ഇനീഷ്യലി അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയേക്കാം, എന്നാൽ ബൈ ടൈം അത് നല്ലൊരു ശീലമായി മാറും. ആവശ്യമുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് ആപ്പിൻ്റെ സഹായവും നിങ്ങൾക്ക് തേടാം. ഹെൽത്തിഫൈ മീ പോലുള്ള ആപ്പുകൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. 4. എക്സസൈസ്. ദിവസവും 30 to 40 minutes എങ്കിലും കാലറി ബേൺ ആകുന്ന രീതിയിൽ നിങ്ങൾക്ക് സൈക്ലിംഗ്, സ്വിമ്മിങ്, ജിമ്മിങ് ഒക്കെ ചെയ്യാം. ഡാൻസിങ് ഇഷ്ടമുള്ളവർക്ക് അതും നല്ലൊരു ഓപ്ഷനാണ്. അവസാനമായി ചിട്ടയായ ഉറക്കം. നിങ്ങളുടെ സ്ലീപ്പ് വേക്ക് സൈക്കിൾ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യുക. അറ്റ്ലീസ്റ്റ് 7 to 8 hours ഓഫ് സ്ലീപ്പ് റെക്കമെൻഡഡ് ആണ്. ഇതിൽ പ്രിവെൻഷനിൽ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ തീർച്ചയായും നിങ്ങളിൽ പോസിറ്റീവ് റിസൾട്ട് കണ്ടു തുടങ്ങും. ലാസ്റ്റ് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, PCODയും PCOSും ഇതൊക്കെ ഒന്ന് തന്നെയാണോ എന്നുള്ളത്. ബേസിക്കലി അതൊന്നു തന്നെയാണ്. എന്നാലും PCOD അതായത് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്, ഇതിൽ രോഗലക്ഷണമായി കാണുക ഇർറെഗുലർ പീരിയഡ്സ് മാത്രമാണ്. എന്നാൽ PCOS പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം, ഇതിൽ ഇർറെഗുലർ സൈക്കിൾസ് കൂടാതെ രോഗലക്ഷണമായി ഫേഷ്യൽ ഹെയർ ഗ്രോത്തും ഡയബറ്റീസും ഒക്കെ കാണാം. PCOD ഒരു മാരകമായ രോഗം ഒന്നുമല്ല. ഇത് ഒരു സിമ്പിൾ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് കണ്ടീഷനാണ്. നിങ്ങളുടെ ആർക്കെങ്കിലും, നിങ്ങളുടെ മകൾക്കോ ഭാര്യയ്ക്കോ ഫ്രണ്ടിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ PCOD ഉണ്ടെങ്കിൽ പാനിക് ആവുകയോ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, പ്രിവെൻഷൻ ഉണ്ട്, ഹോപ്പ് ഉണ്ട്. ഇറ്റ് ഈസ് ട്രീറ്റബിൾ, പ്രിവെൻറ്റബിൾ ആൻഡ് അബ്സല്യൂട്ട്ലി മാനേജബിൾ വിത്ത് സം സ്മോൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. ഒരു രോഗത്തെ കംപ്ലീറ്റായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് അതിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. PCOD പോലുള്ള മറ്റു രോഗങ്ങളെ അൺമാസ്ക് ചെയ്തുകൊണ്ട് ഇവയൊക്കെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള ടിപ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. താങ്ക് യു ഫോർ വാച്ചിങ്.